ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവിനെ റിമൂവ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുവാനും യൂണിവേഴ്സിൽ വിശ്വസിക്കുവാനും നിങ്ങളുടെ റീയൂണിയൻ എത്രയും വേഗം പോസിബിൾ ആവാനും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ റീഡിങ് നിങ്ങൾ കാണൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അത്രമേൽ മിസ് ചെയ്യുന്നു എന്നാണ്. മോർണിംഗ് തോട്ട്സിൽ കണ്ടില്ലേ, അവർ നിങ്ങളിലേക്ക് വരുവാനും നിങ്ങളൊരു നോക്ക് കാണുവാനും അത്രമേൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. അവർ സ്വയം തന്നെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റ്. കാരണം ഒന്നും മിണ്ടാതെയാണ് ഞാൻ അവരിൽ നിന്നും ഇറങ്ങി വന്നത്. ഇന്ന് ഇത്രത്തോളം അകൽച്ച ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എൻ്റെ ആ മൗനമാണ്. അവരെത്രയൊക്കെ എന്നെ മിണ്ടാനായിട്ട് അവർ കോൾ ചെയ്തു, മെസ്സേജ് ഇട്ടു, അവരെന്നെ കാണാൻ ശ്രമിച്ചു. ഞാനാണ് അവരെ അവോയ്ഡ് ചെയ്തു പോയത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ഞാൻ തെറ്റ് ചെയ്തു പോയി. എൻ്റെ പേഴ്സൺ അത് അത്രമേൽ വിഷമമായി എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. പ്രപഞ്ചത്തോട് അവർ പറയാണ്, 10 ഓഫ് വാൺസ് കാർഡ് കണ്ടോ, അവർ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് ആ കാർഡ്സ് മീൻ ചെയ്യുന്നത്. കാരണം ഒത്തിരി ലഗേജുമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ വരിക പറയുമ്പോൾ അവരുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുള്ള ഒരു ബോക്സുമായിട്ട്, അത് കാണിക്കാനുള്ളൊരു ബോക്സുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവർ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ സംഭവിച്ചത്, എന്തൊക്കെയാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചർ കൊണ്ടുപോവുക എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് 10 ഓഫ് വാൺസ് കാർഡ് കാണിക്കുന്നത്. ഇന്ന് ഈ അകൽച്ച എന്ന് പറയുന്നത് എനിക്ക് നിന്നെ മനസ്സിലാക്കുവാനും നിനക്ക് എന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരുമിച്ച് അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് അത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ? അടുത്തുള്ളപ്പോൾ നമുക്ക് ഒരാളുടെ വാല്യൂ മനസ്സിലാക്കില്ല ഇല്ലേ? അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് നിൽക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കുക. അവർ പറയാണ്, എനിക്ക് ചുറ്റും ഒത്തിരി സ്നേഹമുള്ള ആൾക്കാരുണ്ട്, വ്യക്തികളുണ്ട്, എന്നാൽ നിന്നിലെ സ്നേഹമാണ് എനിക്ക് എന്നും കുളിർമയേകുന്നത്, എനിക്ക് സന്തോഷം നൽകിയിരുന്നത്. ഇത്ര നാളും നീ ഇല്ലാതായ ആ നിമിഷത്തിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രണയമേ, നീ മാത്രമായിരുന്നു ശരിയെന്ന്. എത്രയും പെട്ടെന്ന് നിന്നെ ഒരു നോക്ക് കാണുവാനും എനിക്ക് 2 വാക്ക് സംസാരിക്കുവാനും സാധിക്കും എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നെന്താണെന്നറിയില്ല, ഞാൻ അത്രമേൽ നിന്നെ മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടോ ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ നിൻ്റെ ഓർമ്മകളാൽ ഞാൻ അത്രയേറെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഓരോ നിമിഷവും നിന്നിലേക്ക് എത്തണമെന്ന് എന്നോട് പ്രപഞ്ചം മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അവരുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സണ് അത്രത്തോളം സ്നേഹമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുവാനും, ചില പേഴ്സൺസിനെ കാണിക്കുന്നത് എന്താ അറിയോ, ഒന്നൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, എന്നിലുള്ള എല്ലാ ഭാരവും ഒന്ന് ഇറങ്ങിപ്പോവും. എന്താ കെട്ടിപ്പിടിക്കുക പറഞ്ഞാൽ ഒരു ഹഗ് ചെയ്യുക. ആ ഹഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മളിലെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും അതിലുണ്ടാവും. അതൊരിക്കലും ഒരു തെറ്റായ കാര്യമല്ല കേട്ടോ. ഇതിപ്പോൾ ലവേഴ്സിൻ്റെ എനർജി മാത്രമല്ല നമ്മൾ പറയുന്നത്. സ്നേഹം എന്നൊരു വാക്ക് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റൊരാളിലേക്ക് പകർന്നു നൽകാൻ പറ്റുമെങ്കിൽ അതൊരു ഹഗ്ഗിലൂടെ പറ്റൂ എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു അച്ഛനും അമ്മയും ഒരു മകനെയോ മകളെയോ കെട്ടിപ്പിടിക്കുമ്പോൾ ആ സ്നേഹ ലാളന ആ കാര്യത്തോട് കൂടിയിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കില്ലേ, അതിലുണ്ട് എല്ലാം. നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കില്ലേ, നീ വിഷമിക്കണ്ടടാ, നിനക്ക് കൂടെ ഞാനുണ്ട് പറഞ്ഞ് കെട്ടിപ്പിടിക്കില്ലേ, അതിലുണ്ട് ആ കരുതൽ. അതിനേക്കാളും 10 മടങ്ങാണ് ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി
ഇത്രയും നാൾ നമ്മളെ കാണാണ്ട്, നമ്മളോട് മിണ്ടാണ്ട്, ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ട് എല്ലാ ഇമോഷൻസും കൂടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കാണുമ്പോൾ അവർ പിന്നെ എന്താ ചെയ്യണ്ടേ? ഓടി വന്ന് കെട്ടിപ്പിടിക്കല്ലേ ചെയ്യണ്ടേ? നമ്മളിലുള്ള എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാനായിട്ട് ആ ഒരു ഹഗ്ഗിന് സാധിക്കുന്നേ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണാൻ വരുമ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് മടിച്ച് നിൽക്കുമായിരിക്കും. അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്നിലുള്ള എല്ലാ ഭാരവും ഇറക്കി വെച്ചിട്ട് അവരൊന്ന് ഹഗ് ചെയ്താലോ എന്ന്. അതൊരിക്കലും ഒരു റോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല കേട്ടോ. അതിലുണ്ട് എല്ലാ ഇമോഷൻസും അതിലുണ്ട്. നിന്നെ കാണാതിരുന്ന ഇത്ര നാള് ഞാൻ അനുഭവിച്ച പെയിൻ, അത് ഞാൻ നിന്നിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഞാൻ ഉറങ്ങാതിരുന്ന നിമിഷങ്ങൾ, നിന്നെക്കുറിച്ച് ആലോചിച്ച് ഇരുന്ന അത്ര മേൽ പ്രണയം എന്നിലുണ്ടായിരുന്ന ആ ദിനങ്ങൾ, ആ സമയത്തൊക്കെ നിന്നിലേക്ക് ഓടി വരണമെന്ന്, നിന്നെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരും. എന്നാൽ ഇത്രയും നാളും നിങ്ങളായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നല്ലോ. അവർ ചിലപ്പോൾ ഒന്ന് മടിക്കും, നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക വെച്ചിട്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സണോട് ക്ഷമിച്ചു എന്നുണ്ടെങ്കിൽ അവർ മടിക്കുന്ന ആ കാര്യം നിങ്ങൾ ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് ഉള്ളൊരുകി കരയണമെങ്കിൽ, ഒന്ന് സ്നേഹത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കണമെങ്കിൽ ആ ഹഗ്ഗിന് സാധിക്കും. നെക്സ്റ്റ് കാർഡ് കണ്ടോ? പേജ് ഓഫ് വാൻസ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരൊത്തിരി സന്തോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആഹ്ലാദത്തോടു കൂടിയിട്ട് അവർ തുള്ളിച്ചാടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അവരിലുള്ള ആ തെറ്റിനെ ഉപേക്ഷിച്ച്, മിണ്ടാതിരുന്ന ആ സിറ്റുവേഷൻ ഉപേക്ഷിച്ച്, അത് എറിഞ്ഞു കളഞ്ഞിട്ട്, ത്രോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, എൻ്റെ മാക്സിമം നിന്നിലേക്ക് എത്താൻ, ആ തടസ്സങ്ങളെല്ലാം മാറിയിട്ട് നിന്നിലേക്ക് എത്താനായിട്ട് ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പേജ് ഓഫ് വാൻസ് കാർഡ് പറയുന്നു. അടുത്ത കാർഡ് എന്താണെന്നറിയോ? ദ എംപയർ ആണ്. എന്താണ്? അവർ ഒരു അത്യാവശ്യം നല്ല പൊസിഷനിലിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അവർ ഒത്തിരി പേരെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. എങ്ങനെ നിങ്ങളിലേക്ക് എത്തണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് ഏത് പൊസിഷനിലിരുന്നാലും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്, എൻ്റെ വ്യക്തി മാത്രമാണ്. ഇന്ന് എന്തെന്നറിയില്ല, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിൽ അത്രമേൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നിലേക്ക് വരുമ്പോൾ ഒരു അലയടിക്കുന്ന ഫീലാണ് എനിക്കുണ്ടാകുന്നത്. എനിക്ക് ശാന്തനായിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഞാൻ കണ്ടെത്തിയ സ്നേഹം നിന്നിൽ മാത്രമാണ്. നമുക്കിടയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും തയ്യാറാവണം. ഞാൻ എൻ്റെ വേഗത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദ ചാരിയറ്റ് കാർഡാണ് അടുത്ത കാർഡ്. ഞാൻ എൻ്റെ വേഗത കൂട്ടി നിന്നിലേക്ക് എത്താനായിട്ട് ഇനി അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലവർക്കത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അവർ കിങ് ഓഫ് പെൻഡക്കിൾ കണ്ടോ? ആ കാർഡ്സിൽ എന്താ? അവർ ഏകാന്തതയോട് കൂടിയിട്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, എങ്ങനെ നിങ്ങളിലേക്ക് എത്താം, എങ്ങനെയാണ് നിന്നോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിന്നിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അവർ കിങ് ഓഫ് പെൻഡക്കിൾ കാർഡിലും പറയുന്നത്. നിൻ്റെ ഓർമ്മകളാൽ ഞാൻ അത്രമേൽ നിന്നിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നോക്ക് കാണുവാനും നിന്നോട് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു. എനിക്ക് ചുറ്റും എന്തൊക്കെയുണ്ടെങ്കിലും എല്ലാം വ്യർത്ഥമാണ്. നീ മാത്രമാണ് സത്യം. നിന്നിലേക്ക് മാത്രമാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. അതിന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രപഞ്ചം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളു നീറുകയാണ്. എന്തെന്നറിയില്ല, ഇന്ന് മോർണിംഗ് തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഉള്ളിൽ പെടയുന്നു. അത്രമേൽ നിന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്നെ കാണുന്ന നിമിഷം
എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാവും. നിനക്ക് അത്രമേൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ നിന്നെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ പറയാണ്. എന്നാൽ നൈറ്റ് ഓഫ് വാൻസ് കാർഡ് കണ്ടോ, അത് നിങ്ങളുടെ എനർജി പോലെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത്രമേൽ സന്തോഷിക്കും. അവരുടെ അടുത്ത് പ്രകടിപ്പിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രമേൽ സന്തോഷിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ. അതാണ് നൈറ്റ് ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കണ്ടോ, 6 ഓഫ് പെൻറ്റക്കിളാണ്. അവർ സ്വരുക്കൂട്ടി വെച്ച ഇത്രയും നാൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഓരോ അംശമായിട്ട് ഓരോ തുള്ളിയായിട്ട് നിങ്ങളിലേക്ക് തരേണ്ട സ്നേഹം ഇങ്ങനെ ചേർത്ത് 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 വെച്ചിരുന്നു. അതിപ്പോൾ നിങ്ങളിലേക്ക് പകരാനായിട്ട്, നിങ്ങളെ കണ്ടുമുട്ടുന്ന ആ നിമിഷം നിങ്ങളിലേക്ക് അത് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്നേഹമെന്ന് പറയുന്നത് ഇല്ലാതായി പോകാനുള്ളതല്ല. നമ്മളുടെ കൂടിച്ചേരൽ എന്ന് പറയുന്നത് പ്രപഞ്ചം ബ്ലെസ് ചെയ്തതാണ്. പല സമ്മർദ്ദം മൂലം ഇന്ന് നമ്മൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരുന്നിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ നിന്നിൽ വന്ന് ചേരുമ്പോൾ മാത്രമാണ് എനിക്ക് പൂർണ്ണതയുണ്ടാകുന്നത്. ഞാൻ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. നദി ഒഴുകി അത് കടലിനോട് ചേരാനായിട്ട് കുറച്ച് സമയം വേണ്ടു. അത്രയും വേഗത കൂട്ടിയാണ് ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്? നിങ്ങളിലേക്ക് എത്താൻ. ഒരു നദി അതിൻ്റെ വേഗത കൂട്ടി ഒഴുകുക എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ ആഗ്രഹിക്കുന്നു അത് കടലിനോട് ചേരാനായിട്ട്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വ്യക്തി അത്രമേൽ വേഗതയിലാണ് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവർ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് കാണുവാനായിട്ട്, ഒന്ന് മിണ്ടുവാനായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്നെന്തെന്നറിയില്ല, നിങ്ങളുടെ പ്രിയതമൻ അല്ലെങ്കിൽ പ്രിയതമ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാർഡ്സ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തന്നതും. കാരണം എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒത്തിരി പേരുടെ എനർജി ഇന്ന് അവരുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരിൽ ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺസ് ഒത്തിരി പേരുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് കണ്ടുമുട്ടാൻ സാധിക്കും, ഉറപ്പ് തന്നെയാണ്. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രമേൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എല്ലാവിധ അനുഗ്രഹവും യൂണിവേഴ്സിൽ നിന്നുണ്ടാവട്ടെ. കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നോക്ക് കാണുവാനായിട്ട്. അത് എത്രയും പെട്ടെന്ന് പോസിബിൾ ആവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഈ കാണിക്കുന്ന കാർഡ്സ് എല്ലാം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിക്കുന്ന മെസ്സേജായിട്ടാണ് നിങ്ങൾ കാണേണ്ടതും. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയും വേണം. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട മെസ്സേജസും അയയ്ക്കുക. നിങ്ങളുടെ സ്വന്തം നിംസ്.